നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഡയറ്റ്, അതായത് യൂട്യൂബ് നോക്കി ഡയറ്റ് നോക്കിയ ഒരു പെൺകുട്ടി മരിച്ചു എന്നൊരു വാർത്ത. കണ്ണൂർ സ്വദേശിയാണ് മരിച്ചത്. അതെ, മരണപ്പെട്ടിരിക്കുകയാണ്. അതായത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള ഡോക്ടർമാരുടെ സഹായവുമില്ലാതെ എല്ലാം യൂട്യൂബ് പറഞ്ഞു തരും, ഗൂഗിൾ പറഞ്ഞു തരും, ആ ഒരു വിശ്വാസത്തിൽ അത് നോക്കി ആള് ഡയറ്റ് പ്ലാൻ നോക്കുകയായിരുന്നു. അതിനുശേഷം ആള് മരണപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ നോക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനെയും പ്രതികൂലമായി ബാധിക്കും, നമ്മുടെ ജീവനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിരുന്നു ഇത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത് കൂടുതലായിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ യൂട്യൂബിലെ വീഡിയോസ് നോക്കിയിട്ടൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഫോൺ കയറിയിട്ട് യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിളോ അവരോടാണ് നമ്മൾ സഹായങ്ങള് നോക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഹെൽത്തി ടിപ്സ് ആയിരിക്കും കൂടുതലായിട്ട് നോക്കുന്നത്. പിന്നെ കുറെ എന്താ പറയാ ബ്യൂട്ടി ടിപ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉള്ള ഒരു പ്രതിവിധി ഈ യൂട്യൂബിൽ ഉണ്ടെന്നാണ്. എങ്ങനെ നിറം വെക്കാം, എങ്ങനെ വണ്ണം കുറയ്ക്കാം, എങ്ങനെ വണ്ണം കൂട്ടാം തുടങ്ങി ഏറ്റവും ഇസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് കയറുന്നവർ ഒരുപാട് പേരാണ്. അപ്പൊ ഇവര് ഇതൊക്കെ ഓൾറെഡി നോക്കുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡോക്ടർമാരുടെ സഹായമില്ലാതെ എനിക്കെല്ലാം കിട്ടി, ഇതായിരിക്കും ഡോക്ടർമാരും പറയാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് അവരതുപോലെ അത് ഫോളോ ചെയ്യും. പക്ഷെ ശരിക്കും ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് അറിയുക എന്നതാണ്. ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പല ഡോക്ടർമാരും അവരോട് പറഞ്ഞിട്ടുള്ളത് പലതരത്തിലായിരിക്കും. ഓരോ ബോഡിക്കും ഓരോ രീതിയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിലും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡോക്ടറുടെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം ഡയറ്റ് എടുക്കുക. അല്ലാത്ത പക്ഷം നമ്മളെ ബോഡിനെ എത്രമാത്രം എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്കിപ്പോ ഈ ഒരു ന്യൂസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ആ കുട്ടിയാണെങ്കിൽ തന്നെ വെറും വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്, അങ്ങനെയാണ് ഡയറ്റ് എടുത്തതാണ്. ഈ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതിരുന്ന് വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഫുഡ് കഴിക്കാതിരുന്ന ഒരിക്കലും വണ്ണം കുറയുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ആരോഗ്യം കുറയുകയും നമുക്ക് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ശേഷിയിലേക്ക് മാറുകയാണ് ഇത് ചെയ്യാറുള്ളത്. സാധാരണ അത് വേണ്ടത് അതിന്റെ കൂടെ ഫുഡ് കഴിക്കുക. ഫുഡ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിട്ട് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുമായിട്ടുള്ളൊരു ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ അത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ചില ആൾക്കാരുടെ അതൊരു എന്താ പറയാ ശരീര പ്രകൃതം എന്ന് പറയുന്നത് വെള്ളം കുടിച്ചാലടക്കം തടിക്കുന്ന ഒരു പ്രകൃതമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്ത കുറച്ച് പേരുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എപ്പോഴത്തേക്കും വണ്ണം വെക്കുന്നത് അങ്ങനെയുള്ളവരുണ്ട്. പല ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ് നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ളത് തന്നെ. അപ്പൊ എന്താ പറയാ കുറച്ചൊക്കെ നമ്മൾ പറയാലോ ഈ ബോഡി ഷേമിങ് എന്നുള്ള ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. കാരണം അതൊക്കെ എപ്പോഴും നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മളൊന്ന് തടിയില്ലെങ്കിൽ പറയും നീ നിനക്ക് എന്താ വീട്ടിലൊന്നും കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ വീട്ടിലാരും ഒന്നും തരുന്നില്ലേ, ബാക്കിയെല്ലാം അവരാണോ കഴിക്കുന്നത്, അപ്പൊ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്ക്, നമുക്ക് തന്നെ കാണുമ്പോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പറയും നീ വീട്ടിലുള്ള എല്ലാ സാധനവും നീ തന്നെയാണോ കഴിക്കുന്നത്, കുറച്ച് വണ്ണം വെച്ചാൽ അത് പറയും, അങ്ങനെ പറയും. അപ്പൊ ഏത് തരം നമ്മളിപ്പോ മെലിഞ്ഞിരിക്കുന്നോ അതോ കുറച്ചുകൂടെ തടിച്ചിരിക്കുന്നോ, ഇത് രണ്ടും ഇപ്പൊ ഒരു നമ്മുടെ സൊസൈറ്റിയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കേണ്ടത്. ഈ തടി ഉള്ളവരിലും അതല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവരിൽ തന്നെ ഇപ്പൊ ഹെൽത്തി ആയിട്ട് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളവരുമുണ്ട്. അതുപോലെ തന്നെ തടി ഉള്ളവരിലും ഹെൽത്തി ആയിട്ടുള്ളവരുമുണ്ട്, ഹെൽത്തി അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അതവരുടെ ബോഡിയെയും അവരുടെ ആ ഒരു ആരോഗ്യത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ അത് വെച്ചിട്ട് ആ ഒരു ആളെ നമുക്ക് മുന്നേ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആരോഗ്യമില്ലാതെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും ഇങ്ങനെ ഒരു ചലഞ്ച് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്ര ശതമാനം 10% മാത്രം ഒരു കൺട്രോൾ ചെയ്താൽ മതി ഓയിലി ഫുഡ്സ് എന്നുള്ളത്. അങ്ങനെ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ടവരിൽ നിന്ന് എടുക്കുക. അല്ലാതെ നമ്മളിപ്പോ യൂട്യൂബ് ആണെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഇനിയിപ്പോ ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ ആയിരിക്കും ചിലപ്പോ. പലപ്പോഴും നമ്മൾ അതൊക്കെ കേൾക്കാറ് യൂട്യൂബിലാണെങ്കിൽ തന്നെ. എന്തെങ്കിലും ഇപ്പൊ ഒന്നും ചെറുതായിട്ടൊന്ന് നമ്മുടെ തലയിൽ താരനോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ അപ്പോഴത്തേക്ക് അവര് പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ അങ്ങനെയാണ്. മുഖത്തൊരു ചെറിയ പിമ്പിൾ വന്നാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ അവർ പറയും നമുക്ക് ക്യാൻസർ ആണെന്ന്. അത്തരത്തിലുള്ള ഒരു രീതിയിലും പോവാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുമോ എനിക്ക് ക്യാൻസർ തന്നെ, അങ്ങനെ 2 ദിവസം അത് ടെൻഷൻ അടിച്ചിരിക്കുക. ശരിക്കും അങ്ങനെയൊന്നല്ല. ഇത് എക്സ്പേർട്ട്
എക്സ്പേർട്ട് നമ്മുടെ ചുറ്റുമുണ്ട്, അവരോട് പോയി ചോദിക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതും അല്ലാതെ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു രോഗിനെ നേരിട്ട് കണ്ട് പരിശോധിക്കുന്നത് എല്ലാവരും പൊതുവെ എന്താ പറയുക സ്വയം ചികിത്സ ചെയ്യാൻ കുറച്ചും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരാണ്. നമുക്കൊരു പനി വന്നാലോ അല്ലെങ്കിൽ ജലദോഷം വന്നാലോ അത് വീട്ടിൽ തന്നെ നമ്മളത് വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊടിക്കൈകൾ കൊണ്ട് എന്താ പറയാ തീർക്കാനേ നമ്മളൊക്കെ നോക്കുള്ളൂ. ഇനിയിപ്പോ ഡോക്ടറെ കാണാൻ ഇനിയിപ്പോ ഇതിനായിട്ട് ഡോക്ടറെ പലർക്കും മടിയാണ് ഡോക്ടറെ കാണാൻ, കഴിയട്ടെ എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു കേസ് എടുക്കുമ്പോൾ വേറൊരു കേസ് എനിക്ക് ഓർമ്മ വരുന്നത്, കേസല്ല, ഈ ഒരു സിനിമാ നടിയുണ്ട്, സിനിമാ നടിയിലെ സീരീസിലൂടെ ഒക്കെ വന്നിട്ടുള്ള ജിസ്മ വിമൽ എന്ന് പറയുന്ന ആളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഇതുപോലെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇതുപോലെ യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് ആള് ഫുഡ് കഴിക്കാതിരുന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് വണ്ണം കുറഞ്ഞത്. പക്ഷെ അത് പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്ട് പിന്നീടായിരുന്നു വന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഒരു എന്താ പറയാ നടിക്കാണെങ്കിലും അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെയാണ് നന്നായിട്ട് ബാധിക്കുന്നത്. ചെറുകുടല് നന്നായിട്ട് ചുരുങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ആരോഗ്യത്തിനെ നന്നായിട്ട് ബാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുകയല്ല നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അത് ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ലിമിറ്റഡ് ആക്കി കഴിക്കാം. ഫുഡ്സ് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഡയറ്റ് പ്ലാൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഫുഡ് ഒരിക്കലും നമ്മൾ കൺട്രോൾ ചെയ്യാതിരിക്കുക അല്ലെ, ഒരു എന്താ പറയാ ഒരുപാട് ഫുഡ് കഴിച്ചു ഞാൻ പെട്ടെന്ന് തടിക്കുന്നു അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ഇങ്ങനത്തെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഫോളോ ചെയ്യുക. അതായത് യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ കയറിയിട്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒന്നും തന്നെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ വളരെയധികം ബാധിക്കും, ഒരു മരണത്തിലേക്ക് വരെ പോകും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പൊ ഈ കുട്ടിയുടെ ഒരു മരണം എന്ന് പറയുന്നത്. എപ്പോഴും യൂട്യൂബ് പറയുന്നത് ശരിയായിരിക്കില്ല, അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരിക്കും. അത് നമുക്ക് അറിഞ്ഞിരിക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ അത് പ്രാവർത്തികമാക്കാനായിട്ട് ഒരുപാട് പേരുടെ എക്സ്പേർട്ട്, പിന്നെ തന്നെ എക്സ്പേർട്സ് ഒക്കെ ഉള്ളത് ചുറ്റിനും, അവരുടെ സഹായം തേടുകയാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നേരിട്ട് പോയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. അല്ലാതെ എല്ലാം യൂട്യൂബ് തരുന്നതാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ മരണമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതെല്ലാം നോക്കുക, ചികിത്സ എടുക്കാതിരിക്കുക അല്ലേ, അത്രമാത്രം. അതെ.